ടീച്ചറാ വേർത്തു. ചേച്ചി ഗുഡ് മോർണിംഗ്. ദൈവമേ, എത്ര മണിയായി? നല്ല ബോധമുണ്ട് ഇയാൾക്ക്. 9 മണിയായി, ഇപ്പോഴാണ് ഉറങ്ങി എണീക്കുന്നത്. യൂഷ്വലി ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് പോകാത്ത ദിവസങ്ങളിലെ ഹോളിഡേയ്സ് ഒക്കെ ഞാനൊരു 12:30-ക്കൊക്കെ എഴുന്നേക്കാറ്. ഇവിടെ ആയതുകൊണ്ട് 9 മണിക്ക് എഴുന്നേറ്റാ. എൻ്റെ ഈശ്വരാ, ഈ കുട്ടി എന്തേ പറയണേ? കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ 9 മണിക്കാണോ എഴുന്നേക്കണത്? ഏ ഞാനൊക്കെ 5 മണിന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ അപ്പം കണ്ണുറക്കും. കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ 5 മണി കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ ഇവിടെ കിടന്നുറങ്ങിയിട്ടില്ല. അതെന്താ? അത് കഴിഞ്ഞ് ഉറക്കം വരത്തില്ലേ? ഉറക്കം വരാത്തോണ്ടൊന്നുമല്ല. അത് കഴിഞ്ഞ് കിടന്നാ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും ഈ വീട്ടുകാര്? ഈ വീട്ടുകാരോ? ചേച്ചി ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ സംസാരിക്കണേ? ആരെന്ത് വിചാരിച്ച ചേച്ചിക്ക് എന്താ? ഷോ മിഥില, നീ ഇങ്ങനെ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടോണ്ട് വന്ന പ്രശ്നമാവും കേട്ടോ. പ്രശ്നമാവാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കണേ? നമ്മളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചോണ്ട് വന്നതല്ലേ. ഇവിടെ നിൽക്കുന്നതിനും പെരുമാറുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ നമുക്ക് ഓരോ രീതികളില്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇത് ഭർത്താവിൻ്റെ വീടല്ലേ. ഓ, ഇതൊക്കെ എന്ത് ചിന്താഗതിയാണ്? ഞാനെന്തായാലും ഇങ്ങനെയല്ല കേട്ടോ. എനിക്ക് എന്തായാലും രണ്ട് ക്യാരക്ടറായിട്ട് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിലും ഈ വീട്ടിലാണെങ്കിലും ഞാൻ ഒരുപോലെ ആയിരിക്കും, ഒരേ ക്യാരക്ടറായിരിക്കും. എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും അല്ല പഠിപ്പിച്ചു വിട്ടത്. മിഥിലയുടെ അമ്മ പറഞ്ഞു തരാത്തോണ്ടാണ് മിഥില ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓ, എൻ്റെ മമ്മി ഇതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവരോട് അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്. ഞാനതൊന്നും ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയാ അങ്ങനെ പറയത്തില്ലേ, അത് തന്നെ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ റൈറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറൊരാളുടെ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ തുടക്കത്തിലുള്ള ആവേശം കൊണ്ട് പറയുന്ന. പോക പോക ഇവിടുത്തെ അമ്മയുടെ വായിൽ ചീത്ത കേൾക്കുമ്പോ എല്ലാം അങ്ങ് ശരിയായിക്കോളൂ. ഞാനൊക്കെ എത്ര കേട്ടിട്ടുണ്ടെന്നോ. ആ, ചേച്ചി കേട്ടോണ്ടിരിക്കണ പോലെ ഞാനെന്നാലും കേൾക്കില്ല കേട്ടാ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും. എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ ഞാൻ 4 അങ്ങോട്ട് തിരിച്ചു പറയും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാ. ഷോ മെല്ലെ പറയും ഇതിലെ. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അമ്മ എങ്ങാനും കേട്ടോണ്ട് വന്നത് എല്ലാം തീർന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ചേച്ചി ഈ വീട്ടിലെ പലരെയും നല്ലോണം പേടിച്ചല്ല ജീവിക്കണേ. എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കണേ? ചേച്ചി എന്തായാലും വേണേ പേടിച്ചോ, എന്നെ എന്തായാലും കിട്ടില്ല. നീ ഒന്നും മിണ്ടാതിരുന്നതില്ലേ, വെറുതെ എല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണത്. നീ പണികൾ കിടക്കണ്ട്, കുറേ കിടക്കണ്ട്, അതൊക്കെ ചെയ്യാൻ നോക്കതേ. പച്ചക്കറി അരിയാൻ ഇരിപ്പണ്ടേ, ഞാൻ കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, ബാക്കി നീ അരിഞ്ഞോ. പിന്നെ ചിക്കനും കൂടെ ഒന്ന് കഴുകി വെക്കാം, നമുക്ക് ചിക്കൻ കറി വെക്കാം. ഏയ്, ഞാനിതൊന്നും ചെയ്യില്ല. എനിക്കിതൊന്നും ചെയ്ത് ശീലവും ഇല്ല. ചേച്ചി ചെയ്തോ വേണമെങ്കിൽ. ശീലമില്ലെന്നോ? അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇനിയിപ്പോ അടുക്കള പണിയൊക്കെ ചെയ്യണ്ടേ? കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ പണിക്കൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. ഞാൻ ഇങ്ങനെ അടുക്കള പണിയൊന്നും ഒട്ടും ചെയ്തിട്ടുമില്ല, ശീലമില്ല. അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല. എനിക്കറിയില്ല. മിഥിലയുടെ മമ്മി മിഥിലയ്ക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ പണി ചെയ്തില്ലെങ്കിൽ ആര് നമ്മോട് ചോദിക്കാനാ? ആരുമില്ല. പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ അങ്ങനെയാണോ? നമുക്ക് അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യണ്ടേ. എനിക്കിതൊന്നും പറ്റില്ല, അത്ര തന്നെ. അയ്യോ, അങ്ങനെ പറയല്ലേ മിഥിലേ. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് വല്ലതും കഴിക്കണ്ടേ? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. അതിന് മുന്നേ വരെ ഈ വീട്ടിലുള്ളവരാരും ഭക്ഷണം കഴിക്കാറില്ലായിരുന്നോ? ഉണ്ട്. ആരാ ഉണ്ടായിക്കൊണ്ടിരുന്നേ? അത് ഞാൻ തന്നെയാ. പിന്നെ ഇടയ്ക്ക് അമ്മയും കൂടും. ഇനിയിപ്പോ എന്തായാലും അമ്മേനെ അടുക്കളയിലോട്ട് പ്രതീക്ഷിക്കണ്ട കേട്ടോ. 2 മരുമക്കളുള്ളപ്പോ അമ്മായിമ്മ അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനിവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോയാൽ മതി. നിങ്ങളെന്തായാലും പട്ടിണി കിടക്കൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ. വീട്ടിലുള്ളവർക്ക് മൊത്തം വെച്ചുണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളുണ്ടാകുന്ന ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഇനിയിപ്പോൾ അഥവാ ഭക്ഷണം തരാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഓർഡർ ചെയ്ത് മേടിച്ച് കഴിച്ചോളാം. അല്ലാണ്ട് നിങ്ങൾ അതിന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. പിന്നെ അടുക്കളപ്പണി ചെയ്യാൻ എന്നെ എന്തായാലും നോക്കണ്ട. വീട്ടുകാർക്ക് മൊത്തം വെച്ചുണ്ടാവും. എൻ്റെ പൊന്നോ, ഒന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ അധികം നാളൊന്നും ഞങ്ങളിവിടെ ഇല്ല. കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും വീട് മാറും. ഏ, മാറുന്നോ? എന്തും അല്ല, എങ്ങോട്ട്? വീട് മാറാൻ. അല്ലാതെ ഇപ്പം എന്ത്? കല്യാണം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ച സമയത്ത് എടുത്തൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ കല്യാണ ശേഷം 2 വീടുകളിലും നിൽക്കില്ല. ഞങ്ങൾ മാത്രം സ്പേസിലേക്ക് മാറുമെന്ന്. അതായത് ഒരു വാടക വീടെടുത്ത് മാറുമെന്ന്. സ്വന്തമായിട്ട് വീട് പിടിക്കാൻ ഇപ്പം എന്തായാലും ആവില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം അതിലേക്കൊക്കെ നോക്കാൻ. ഞങ്ങളുടെ സ്പേസിലോട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് കുടിച്ചു എന്ത് തിന്നു എന്നൊക്കെ ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൂട്ടുകുടുംബമായിട്ട് ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഒഴിഞ്ഞ് നേരെ ഉണ്ടാവില്ല. തൊട്ടേലും പിടിച്ചതിനൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കണം. എന്തിനാണ് എഴുതിക്കട്? അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്.
പിന്നെ ഇത് എൻ്റെ പ്ലാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഞങ്ങളുടെ സ്പേസിലോട്ട് മാറിക്കഴിഞ്ഞ് ഇടയ്ക്ക് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷവും ബന്ധമൊക്കെ എപ്പോഴും നിലനിൽക്കും. അല്ലെങ്കിൽ എപ്പോഴേ തല്ലിത്തിരിഞ്ഞ് പോകേണ്ടി വരും. അപ്പോൾ ചേച്ചി പണിയൊക്കെ ചെയ്യും, സമയം കളയണ്ട സംസാരിച്ചുകൊണ്ട് എത്തിട്ടെ. ഫുഡാകുമ്പോൾ റൂമിലൊന്ന് വന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കഴിച്ചോളാം കേട്ടാ. ടേമേ എന്തൊക്കെയാ വിളി പറയണേ? എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാ സംസാരിക്കണേ. പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ പറ്റണേ, ധൈര്യം വേണം. ഇതില കഴിക്കാൻ പോയോ? ഒരു മിനിറ്റ് ചേച്ചി. അശ്വിനെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, ചേച്ചി കഴിക്കാൻ വിളിക്കുന്നുണ്ട്. നീ വേഗം വരില്ലേ? ശരി. അശ്വിനോ? എന്റെ ദൈവമേ, ഭർത്താവിന്റെ പേരാണോ വിളിക്കുന്നേ? അതെ, ഞാൻ അവനെ ഡാബോർഡെന്നൊക്കെ വിളിക്കുന്നേ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, സെയിം പ്രായം, ഒരേ ക്ലാസ്, ഒരേ സ്ഥലത്ത് ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ വരൂ. അയ്യോ, എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റണില്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ, അശ്വിൻ്റെ ചേട്ടനെ ഉണ്ടല്ലോ, ഏട്ടാന്ന് മാത്രമേ വിളിക്കുള്ളൂ. പേര് കൂട്ടി വിളിക്കാൻ പോലും എനിക്ക് മടിയാ. നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ ബഹുമാനത്തോടെ കാണണ്ടേ? ഭർത്താക്കന്മാര് നമ്മുടെ ദൈവമല്ലേ. ഓ, ചേച്ചി ഇങ്ങനെയൊക്കെയാണോ? എനിക്കെന്തായാലും ഇങ്ങനത്തെ ചിന്താഗതിയൊന്നുമില്ല. ഹീസ് മൈ പാർട്ട്ണർ, ദാറ്റ്സ് ഓൾ. അതിന് മുകളിൽ ഞാൻ അവനൊരു ദൈവമായിട്ട് കാണാനൊന്നും എനിക്ക് തീരെ ഉദ്ദേശിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും ഞാൻ അവനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അവൻ എനിക്കും ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് മുകളിൽ അദ്ദേഹം ഇദ്ദേഹം ആ സെറ്റപ്പ് തന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അയ്യോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇതിലേക്ക് മാത്രമേ പറ്റുള്ളൂ. എൻ്റെ ഏട്ടൻ്റെ മുഖത്ത് നോക്കി നേരെ ഒന്ന് ദേഷ്യത്തോടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഏട്ടനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യാനാണ് എനിക്കിഷ്ടം. ഏട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ എല്ലാ കാര്യവും എന്നോട് ചോദിച്ചിട്ട് ചെയ്യണം, നിനക്ക് സ്വയം തീരുമാനം എടുത്തോടെയെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ഏട്ടൻ പറഞ്ഞ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഇതുള്ളൂ. ബെസ്റ്റ്. എൻ്റെ കാര്യങ്ങളൊക്കെ വേറൊരാൾ അഭിപ്രായം പറയാമെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പിടിക്കുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ തീരുമാനിക്കണം. പിന്നെ ഒരുമിച്ചെടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചിലവരുടെ ലൈഫിലേക്ക്, അതൊക്കെ ഒരുമിച്ചെടുക്കണം. അല്ലാത്ത പക്ഷം ഇപ്പം എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ അവനോട് സമ്മതം ചോദിച്ചാൽ അതിനു വേണ്ടി കാത്തു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഓ ഗോഡ്, ഡിസ്കസ്റ്റിങ്. അല്ല, പൈസയുടെ കാര്യമൊക്കെ എങ്ങനെയാ? അശ്വിനോടൊന്നും ചോദിക്കില്ലേ? അല്ല, അശ്വിനോട് എന്തിനാ ചോദിക്കണേ? ഞാൻ സമ്പാദിച്ചുണ്ടാക്കുന്ന കാശ് എങ്ങനെ ചിലവാക്കണമെന്ന് അവനാണോ തീരുമാനിക്കണേ? പിന്നെ എൻ്റെ അധ്വാനത്തിലുള്ള ഫലമല്ലേ, അല്ലെങ്കിൽ ആ ഒരു പൈസ എൻ്റെ ഇഷ്ടമുള്ള രീതിയിലല്ലേ ചിലവാക്കണ്ടേ? അയ്യോ, ഞാനിങ്ങനെയല്ല. ഒരു 10 രൂപ പോലും ഏട്ടനോട് ചോദിക്കാണ്ട് ഞാൻ ചിലവാക്കാറില്ല. ഏട്ടന് ശമ്പളം കിട്ടുന്ന സമയത്തേ 2000 രൂപ എൻ്റെ കൈ കൊണ്ട് തരും, എല്ലാ മാസവും കൊണ്ട് തരും. എന്നിട്ട് പറയും, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ എന്ത് വേണേൽ മേടിച്ചു വന്ന്. പക്ഷെ ഞാനൊന്നും ചിലവാക്കില്ല. ആ പൈസ പോലും എന്തെങ്കിലും എനിക്കൊരു ആവശ്യം വന്നാൽ അതുപോലും ഞാൻ ഏട്ടനോട് ചോദിക്കും, ഏട്ടാ ഞാൻ ആ 2000 രൂപ എടുത്തോട്ടെ എന്ന്. അപ്പം ഏട്ടൻ ചീത്ത പറയും, നിനക്ക് തന്നല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഏട്ടനോട് ചോദിക്കാണ്ട് എനിക്ക് ചിലവാക്കാൻ പറ്റൂല. ചേച്ചി എത്ര വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഏട്ടനുമായിട്ട് കല്യാണം ഉറപ്പിച്ച്, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞേ. അപ്പോൾ ചേച്ചിക്ക് ജോലിക്ക് ട്രൈ ചെയ്തോടായിരുന്നോ? ജോലിയോ? അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ജോലിക്ക് പോയ വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യും? അപ്പോൾ ഈ വീട്ടിലെ പണികൾ ചെയ്യുന്ന ഒരു വേലക്കാരി മാത്രമാണോ ചേച്ചി? അയ്യോ, വേലക്കാരിന്നൊന്നും പറയല്ലേ ഇതിലെ. നമ്മുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ മരുമക്കളായ നമ്മുടെ കടമയില്ലേ? അതിനിപ്പോൾ എന്താ? എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചേച്ചിയുടെ അച്ഛനമ്മയും എന്തായാലും ചേച്ചി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിന് 7 വയസ്സായി, അവൻ എന്തായാലും സ്കൂളിൽ പോകുന്നുണ്ട്. ബാക്കിയുള്ള സമയം ഈ വീട്ടിൽ കിടന്ന് കളയാണ്ട് എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്തൂടെ? 10 രൂപയെങ്കിലും കയ്യിലുണ്ടാവുമല്ലോ. ഓ, ഏട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കണം, എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്തൂടെ എന്ന്. ഞാൻ പറയും, വേണ്ട. ഞാനായിട്ട് ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ തയ്യാറായാലും ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ അമ്മായിമ്മ അങ്ങനെ ഒരു ക്യാരക്ടറാണേ. തടസ്സം പറയും, എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണേ? ഓ, ചേച്ചിക്ക് അത് വെറുതെ തോന്നുക. ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ജോലിക്ക് പോകാൻ പോകുന്നത് 2 ദിവസം കഴിയുമ്പോൾ. എന്നോടില്ലാത്ത പ്രശ്നം ചേച്ചിയോട് എന്തിനാ? ഞാനൊരു കാര്യം പറയട്ടെ, അമ്മയ്ക്ക് നീ ജോലിക്ക് പോകണത് തീരെ ഇഷ്ടമില്ല കേട്ടോ. എന്നോട് എപ്പോഴും പറയും, എൻ്റെ മരുമക്കൾ ജോലിക്ക് പോകണത് എനിക്ക് താല്പര്യമില്ലാന്ന്. കല്യാണത്തിന് മുന്നേ അശ്വിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഥില ജോലിക്ക് പോകണത് ഇഷ്ടമല്ല, മിഥിലയുടെ ജോലി കളയണമെന്ന്. പക്ഷേ അശ്വിനന്ന് കുറേ ചീത്ത പറഞ്ഞു അമ്മേനെ. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം, കല്യാണം കഴിഞ്ഞിട്ട് മിഥിലയുടെ ജോലി ഞാൻ എങ്ങനെയെങ്കിലും കളയും, അവളെ ഞാൻ ജോലിക്ക് വിടത്തില്ലെന്ന്. നടന്നു തന്നെ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ മാത്രമായ സ്പേസിലേക്ക് ഞങ്ങൾക്ക് മാറണമെന്ന്. കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാലേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. ഞാൻ ചേച്ചിക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. ചേച്ചിയുടെ ജീവിതമാണ് ഈ വീട്ടിൽ കിടന്ന് ഈ അടുക്കളയിലും ഈ പണികളൊക്കെ ചെയ്ത് അവസാനിച്ചുകൊണ്ടിരിക്കണേ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് ജീവിതാവസാനം എത്തുമ്പോൾ ചേച്ചിയുടെ കൂടെ ആരും കാണില്ല.
അപ്പോൾ ചേച്ചി ചിന്തിക്കും ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നേരത്തെ സമയം കണ്ടെത്തേണ്ടായിരുന്നു എന്ന്. പിന്നെ കലഹിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചേച്ചി തന്നെ ഇരുന്ന് ചിന്തിച്ച് നോക്ക്. അപ്പൊ മനസ്സിലാവും. എന്താ ചേച്ചി ഇവിടെ നിൽക്കുന്നേ? ഇതിലെ ഞാനേ അമ്മയെ നോക്കിക്കുമായിരുന്നു. അമ്മ വന്നിട്ട് വേണ്ടൊരു കാര്യം ചോദിക്കാൻ. അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിക്ക. എന്ത് കാര്യം? എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറയാട്ടോ. അത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനെന്തോ തീരെ വയ്യാണ്ടായിരുന്നു പെട്ടെന്ന്. അപ്പോൾ അച്ഛനെ കൊണ്ട് ആശുപത്രി പോയിട്ടുണ്ട്. ഞാനൊന്നും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ അച്ഛൻ്റെ അടുത്ത് കാണാൻ. ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിച്ചു, ഏട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഏട്ടൻ്റെ അമ്മയോട് കൂടി ചോദിക്കണ്ടേ, അതിനുവേണ്ടി നോക്കിക്കുക. അല്ല, ചേച്ചിയുടെ വീട്ടിൽ പോകാൻ ചേച്ചിക്ക് എന്തിനാ അമ്മയുടെ അനുവാദം? ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞില്ലേ? പിന്നെ അതിൽ കൂടുതലാണോ? അതിൽ വലിയ അനുവാദം വേണോ ഇവിടുത്തെ അമ്മയുടെ? അയ്യോ അങ്ങനെയല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ ഏട്ടനോടും ഏട്ടൻ്റെ അമ്മയെടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ അശ്വിനോട് വരെ ഞാൻ അനുവാദം ചോദിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോകാറ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ, ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ ചോദിക്കാണ്ടും പറയാണ്ട് അങ്ങനെ ഇറക്കി പോകാൻ പാടുണ്ടോ? നമ്മുടെ അമ്മായിയമ്മ അമ്മായിച്ചനൊക്കെ അല്ലേ, അവരോട് പറയാണ്ട് പിടിക്കാണ്ടൊക്കെ ഇറങ്ങി പോകണമെന്ന് ശരിയല്ല. ബെസ്റ്റ്. അഥവാ ഇനിയിപ്പോൾ ആരെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി പോകാണ്ടിരിക്കുമോ? ആരും പോകണ്ടെന്നൊന്നും പറയില്ല. പിന്നെ എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അങ്ങ് ചോദിച്ചിട്ടൊക്കെ വരാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ കല്യാണത്തിന് മുന്നേ പറയാം. അപ്പം ഞാനതിങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം അമ്മയോട് എൻ്റെ അമ്മയോട് ചോദിച്ചാലും പൊക്കോളനെ പറയുള്ളൂ. ചേച്ചി ഇത്ര ഡിപ്പെൻഡഡ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് ചേച്ചിയുടെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ് തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേച്ചി തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കുഴപ്പമെന്ന് ഞാൻ പറയുള്ളൂ. ചേച്ചിയെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അച്ഛന് വയ്യാണ്ടിരിക്കുമ്പോൾ ആ അച്ഛനെ പോയി കാണാൻ വേണ്ടി അമ്മായിയമ്മയുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കണമുണ്ടല്ലോ, അത് ഭയങ്കര മോശമാണ്. എന്ത് ചിന്താഗതിയാണ് ഇതൊക്കെ? ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ വല്ലതും ആയിരിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലെത്തിയിട്ടേ ഞാൻ അശ്വിനോട് പോലും പറയുള്ളായിരുന്നു. ഇങ്ങനെ തരം താഴില്ലേ ചേച്ചി? ചേച്ചി എന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ, ചേച്ചി എന്തേ കാണിക്കണേന്ന്. ഞാനിനി കൂടുതലൊന്നും പറയാൻ വരുന്നില്ല. ഇന്ന് ഞാൻ ഈ പറയുന്ന ചേച്ചിക്ക് നാളെ ഒരിക്കൽ മനസ്സിലാവും, അത് അനുഭവത്തിൽ വരും. അപ്പം ചേച്ചിക്ക് മനസ്സിലാവും. എല്ലാത്തിനും ഇങ്ങനെ അടിമയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ഇനിയെങ്കിലും ആ ശബ്ദം, ആ നാക്കവിടെ ഉണ്ടല്ലോ, അത് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്താൻ നോക്ക്. നീ എന്താ ഇവിടെ നിൽക്കണേ? അടുക്കള പണിയൊക്കെ കഴിഞ്ഞോ? അമ്മ, ഞാൻ അമ്മയോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി നിന്നതാ. എന്താ? എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേ അച്ഛനെ തീരെ വയ്യാന്ന്. അച്ഛനെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പോവാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പൊക്കോളാൻ പറഞ്ഞ്. അമ്മയോട് കൂടെ ചോദിക്കാന്ന് വിചാരിച്ച് നിന്നെയാ. നിന്റെ തന്നയ്ക്ക് വയ്യെങ്കിൽ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോയി, അതിനിപ്പോൾ എന്താണ്? നീ പോകേണ്ട ആവശ്യം എന്താ? ഉള്ളതല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നീ എന്താ പിന്നെ കാര്യം അറിയാണ്ട് സംസാരിക്കണത്? കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇതിലിപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ. ഒരാൾ കൂടെ കൂടിയുണ്ട് 100 വട്ടം പണിയുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ നീ പോയാൽ പിന്നെ ആരാ ഉള്ളത്? 2 ദിവസമായിട്ട് കല്യാണ തിരക്കിൻ്റെയൊക്കെ കാരണം നടുവേനയാണ്. എനിക്ക് തീരെ വയ്യ, ഒരു പണിയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഈ വീട്ടിലെ പണിയും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ പിന്നെ ആരാ? ഹോട്ടലിൽ നിന്ന് മേടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നീ പറഞ്ഞ് പോകണ്ട. അമ്മ അങ്ങനെ പറയല്ലേ അമ്മ. 2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അച്ഛന് വയ്യാത്തോണ്ടല്ലേ, ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാ പോയി നോക്കാൻ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്റെ അച്ഛനെ നിന്റെ തള്ള നോക്കിക്കോളും. നിന്റെ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതല്ലേ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ പോയാൽ ഇവിടെ പണിയും നടക്കത്തില്ല. അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്ര തന്നെ. എല്ലാത്തിനും ഇങ്ങനെ അടിമയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ഇനിയെങ്കിലും ആ ശബ്ദം, ആ നാക്കവിടെ ഉണ്ടല്ലോ, അത് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്താൻ നോക്കും. നീ എന്താണ് ആലോചിക്കണത്? ഞാൻ പോവും, എന്നെ ആരും തടയണ്ട. പോകുന്നോ? ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് ധിക്കാരത്തെ നീ പോകുന്നോ? കൊള്ളാമല്ലോ, നീ ഇങ്ങനൊന്നും സംസാരിക്കാറില്ലാത്തയാണല്ലോ. ഞാനൊരു ധിക്കാരവും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവരുടെ വാക്കും വർത്താനവും കേട്ട് അവരുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിച്ചു. ഇനി എന്തായാലും ഇല്ല. എൻ്റെ ജീവിതം ഞാൻ ഇത്രയും കാലം നശിപ്പിക്കുമായിരുന്നു. എൻ്റെ അച്ഛനാ വയ്യാത്തത്, ഞാൻ പോയി നോക്കണം. ഞാൻ മകളാണ്. എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് പൊക്കോളാനും പറഞ്ഞിട്ട്. അതിൽ കൂടുതൽ ഇനി വേറെ ആരുടെയും സമ്മതം എനിക്ക് വേണ്ട.